2004 ഒരു സ്കൂളിൽ തീപിടുത്തമുണ്ടായി. അങ്ങനെ നമ്മൾ പറയാം, ഫയർ ഒക്കേർഡ് ഇൻ എ സ്കൂൾ ഓൺ 2004. നമുക്ക് നോക്കാം. ഇൻ 2004 എ ഫയർ ഹാപ്പൻഡ് ഇൻ എ സ്കൂൾ. ഒരു സ്കൂളിൽ ഒരു തീ സംഭവിച്ചു. നല്ല ഭാഷയിൽ നമുക്ക് ഫയർ ഔട്ട് ബ്രോക്ക് എന്നോ അല്ലെങ്കിൽ ഫയർ ഔട്ട് ബ്രേക്ക് ഒക്കേർഡ് എന്നൊക്കെ പറയാം. 94 കുട്ടികൾ മരിച്ചു. 94 ചിൽഡ്രൻ ഡയഡ്. ചൈൽഡിൻ്റെ പ്ലൂറലാണ് ചിൽഡ്രൻ, കുട്ടികൾ. സ്കൂൾ സുരക്ഷയെക്കുറിച്ച് ആളുകളൊക്കെ ആശങ്കാകുലരായി. പീപ്പിൾ ബിക്കെയിം ആങ്ഷ്യസ്. ആളുകൾക്ക് ഭയങ്കര ഒരു ആശങ്ക, അല്ലെങ്കിൽ പീപ്പിൾ വെറീഡ് അബൌട്ട് ദ സ്കൂൾ സേഫ്റ്റി. നമുക്ക് നോക്കാം. പീപ്പിൾ ഗോട്ട് വെറീഡ്. ആളുകളൊക്കെ വല്ലാതെ വെറീഡായി, അസ്വസ്ഥരായി. അബൌട്ട് സ്കൂൾ സേഫ്റ്റിയെക്കുറിച്ച്. കാരണം ഇത് ഇങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ട് 94 ചിൽഡ്രൻസ് കൊല്ലപ്പെട്ടല്ലോ. ഒരു സ്കൂൾ ദി വില്ലേജ് ഫാർമസി എന്ന കഥ പറഞ്ഞു. എ സ്കൂൾ ടോൾഡ് എ സ്റ്റോറി കാൾഡ് ദ വില്ലേജ് ഫാർമസി. ജസ്റ്റ് ആ സെൻറ്റൻസും അതിൻ്റെ ട്രാൻസ്ലേഷനും മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ കോൺസെപ്റ്റും ക്ലാരിറ്റിയും നോക്കേണ്ടതില്ല. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേപ്പ് കുഞ്ഞുമരങ്ങൾ നൽകി. സ്കൂള് വിദ്യാർത്ഥികൾക്ക് വേപ്പിൻ്റെ കുഞ്ഞുമരങ്ങൾ നൽകി നാട്ടോ. ദ സ്കൂൾ ഗെയ്വ് സ്റ്റുഡൻസ്. കുട്ടികൾ കൊടുത്തു സ്മോൾ നീം ട്രീസ്. കുട്ടികൾക്ക് എന്ത് ചെയ്തു? ചെറിയ വേപ്പ് മരങ്ങൾ കൊടുത്തു. ദ സ്കൂൾ ഗേവ് നീം ബേബി ട്രീസ് ടു സ്റ്റുഡൻസ്. കുട്ടികൾക്ക് ചെറിയ വേപ്പിൻ തൈകൾ കൊടുത്തു. എന്തുകൊണ്ട്? വൈ? മരങ്ങൾ ഭൂമിക്ക് നല്ലതാണ്. ട്രീസ് ആർ ഗുഡ് ഫോർ എർത്ത്, അല്ലെ സോയിൽ. ട്രീസ് ആർ ഗുഡ് ഫോർ എർത്ത്. മരങ്ങൾ ഭൂമിക്ക് നല്ലതാണ്. വേപ്പ് മരങ്ങൾ ആരോഗ്യത്തിന് നല്ലതാണ്. നീം ട്രീസ് ആർ ഗുഡ് ഫോർ ഹെൽത്ത്. വേപ്പ് മരം ഔഷധം പോലെ സഹായിക്കുന്നു. വേപ്പ് മരം ഒരു ഔഷധമാണ്. ദ നീം ട്രീ ഹെൽപ്സ് ലൈക്ക് മെഡിസിൻ. ഒരു ഔഷധത്തെ പോലെ അത് സഹായിക്കുന്നു. അതായത് ഒരു മെഡിസിനൽ എഫക്റ്റ് ഉണ്ട്. അതിൻ്റെ പുറംതൊലി, ശാഖകൾ, ഇലകൾ, വിത്തുകൾ എന്നിവയെല്ലാം ഉപയോഗപ്രദമാണ്. വേപ്പിൻ്റെ മരത്തിൻ്റെ പുറംതൊലി, ശാഖകൾ, ഇലകൾ, വിത്തുകൾ എല്ലാം ഉപയോഗപ്രദം. ഇപ്പം ഇറ്റ്സ് ഔട്ടർ ലെയർ, അതിൻ്റെ പുറമുള്ള അല്ലെ ഔട്ടർ സ്കിൻ, പുറമുള്ള. ആൻഡ് ഈസ് ബ്രാഞ്ചസ്, ശാഖകൾ, കൊമ്പ്. ഇലകൾ എന്ന് പറഞ്ഞാൽ ലീവ്സ്, വിത്തുകൾ എന്ന് പറഞ്ഞാൽ സീഡ് എന്നിവയെല്ലാം ഓൾ ആർ ബെനിഫിഷ്യൽ. നമുക്ക് നോക്കാം അവിടെ പറഞ്ഞത്. ഇറ്റ്സ് ബാർക്ക് എന്ന് പറഞ്ഞാൽ പുറംതൊലിക്കാണ് ബാർക്ക് എന്ന് പറയാം. ബ്രാഞ്ചസ് അതിൻ്റെ ചില്ലകൾ, കൊമ്പുകൾ. ലീവ്സ് ഇലകൾ. ആൻഡ് സീഡ്സ് വിത്തുകൾ. ഓർ ഓൾ യൂസ്ഫുൾ എല്ലാം ഉപകാരമുള്ളതാണ്. വേപ്പ് മരങ്ങൾ ഇനിയും ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. ഈ നീം ട്രീസ് മറ്റു പലതും ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഉദ്ദേശിച്ചത്. നീം ട്രീസ് ആൾസോ ഹെൽപ്പ് മേക്ക്, അത് ഉൽപ്പാദിക്കാൻ സഹായിക്കുന്നു. നടുവളം, പ്ലാന്റ് ഫുഡ്, അതൊരു ഫെർട്ടിലൈസറാണ്. കീടനാശിനി, അതൊരു പെസ്റ്റിസൈഡ്, അതായത് ബഗ് കില്ലർ പോലുള്ളതൊക്കെ. ഈ ബഗ്സ് ഉണ്ടല്ലോ, കീടങ്ങൾ മറ്റേതൊക്കെ, അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. മരം, വുഡ്, ഇതിനൊക്കെ ഈ നീം ട്രീസ് ഹെൽപ്പ് ചെയ്യുന്നു. വേപ്പ് മരങ്ങൾ എല്ലായ്പ്പോഴും പച്ചയായി തുടരും. നീം ട്രീസ് സ്റ്റേ ഗ്രീൻ ഓൾ ദ ടൈം. എല്ലാ സമയത്തും അത് പച്ചയായിട്ട് തന്നെ തുടരും. അവ വളരെ കാലം ജീവിക്കുന്നു. 200 മുതൽ 300 വർഷം വരെ. ഇറ്റ് ലിവ്സ് ലോങ് ടൈം, 200 to 300 years. നമുക്ക് നോക്കാം.